ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ തിരുപ്പിറവി കാലത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് തിരുസഭാ മാതാവ് പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അനുയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായും ലഭിക്കുന്ന സത്യമാണ് സഹനം എന്നുള്ളത്. കുരിശ് എടുക്കാത്തവരും ക്രൂശിതനെ പിന്തുടരാത്തവരും ഒരിക്കലും ക്രിസ്തുവിൻ്റെ അനുയായികൾ ആകുന്നില്ല. സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെയെന്ന്. കുരിശ് എടുക്കാത്ത ജീവിതവും ക്രൂശിതനെ പിന്തുടരാത്ത വഴികളും ക്രിസ്ത്യാനിയുടേത് അല്ല. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: കുരിശുകളെ ഒഴിവാക്കിക്കൊണ്ടല്ല, മറിച്ച് കുരിശുകളെ സ്വീകരിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനി വളരേണ്ടത്. കുരിശുകളെ നാം ഒഴിവാക്കുന്നത് പൈശാചികതയുടെ തുടക്കമാണ്. ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധങ്ങളായിട്ടുള്ള കുരിശുകളും സഹനങ്ങളുമാണ് നാം കാണാറുള്ളത്. ചിലർക്ക് രോഗങ്ങളാകാം, ചിലർക്ക് കടബാധ്യതകളാകാം, ചിലർക്ക് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളാകാം. അങ്ങനെ പലവിധങ്ങളിലായി ഞെരുക്കപ്പെടുന്നവരാണ് മനുഷ്യജീവിതങ്ങൾ. എന്നാൽ ആ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നാം ഏതു രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് വളരെ വിലപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലെ ഈ കുരിശുകളെ നാം സന്തോഷപൂർവ്വം ഏറ്റെടുത്താൽ ആ കുരിശുകളൊക്കെ നിത്യജീവിതത്തിലേക്കുള്ള താക്കോലുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. നാം കേൾക്കാറുള്ള ഗാനത്തിൻ്റെ വരികൾ ഇപ്രകാരമാണല്ലോ: മുൾമുടി അണിഞ്ഞുകൊണ്ട് നീശോ എനിക്കൊരു മുത്തം നൽകി. ആ മുത്തത്തിൻ്റെ പേരായിരുന്നു സഹനം. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവൻ നൽകുന്ന ചെറുതും വലുതുമായ ഓരോ സഹനങ്ങളും. നാളേക്കുള്ള നിത്യജീവന് വേണ്ടി ഈ ലോകത്തിലെ ലൗകിക കാര്യങ്ങളോട് വിട പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹവലയത്തിൽ ആകർഷിക്കപ്പെട്ട് വിശുദ്ധ സ്റ്റീഫനെ പോലെ നമുക്കും ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചോതുന്ന അഭിമാനമുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കാം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ നാം ഒരു വൈദ്യനായി കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ രക്ഷയിലേക്കുള്ള മരുന്നുകളാണ് അവൻ തരുന്ന സഹനങ്ങൾ. അതിനാൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ ക്രിസ്തുവിനെ പ്രതി, സ്വർഗരാജ്യത്തെ പ്രതി സഹിക്കാൻ നമുക്ക് കഴിയണം. ആ സഹനങ്ങളൊക്കെ നിത്യജീവിതത്തിലേക്കുള്ള കുറുക്ക് വഴികളായി നമുക്ക് മാറ്റാം. ഒരിക്കൽ കൂടി പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. സഹനങ്ങളെ സ്വീകരിക്കുവാനും അതിനെ ജീവിതത്തിൽ വിശുദ്ധിയുടെ പടവുകളാക്കി മാറ്റുവാനുമുള്ള കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.